ഹോവാർഡ് ജോൺസൺ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആണ്, എന്താ പറയുക. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക, ഇന്ത്യൻ കൈൻഡ് ഓഫ് ബൊഫേ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ ഹോട്ടലിൽ നിന്ന് ബൊഫേ കഴിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ ഞാൻ എത്ര ബൊഫേ കഴിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നോക്കാം എങ്ങനെയുണ്ടെന്ന്. വേറെ എന്തെങ്കിലും ഇപ്പോൾ എടുത്തു. ക്രസൻ്റ് എടുക്കട്ടെ ഞാൻ. ക്രസൻ്റ് എടുത്തു, നിനക്ക് ഇഷ്ടമുള്ള എടുക്കടാ. ബേബിക്ക് ബേബി എടുത്തോളൂ അല്ലേ? ഞാൻ നല്ല ചൂട് ക്രസൻ്റ്. ഞാൻ മാത്രം മാസ്ക് ഊരിയില്ല. നല്ല ടേസ്റ്റ് അത്. ആണോ ഇതോ? ഇത് ചെറിയ പ്ലേറ്റ് ഞാൻ ഈ ബ്രെഡ് ഇഷ്ടം സോഫ്റ്റ്. പിന്നെ ബട്ടർ പിന്നെ പീനട്ട് ബട്ടർ ഉണ്ട്, കോഫി, കോൾഡ് മിൽക്കാണ്, ഹോട്ട് മിൽക്ക്, കോൺഫ്ലെക്സ്, പിന്നെ ചോക്കോ ചിപ്സ്. ബോയിൽഡ് എഗ് എടുക്കാം. റൈസിൽ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്ന ബോയിൽഡ് എഗ് ഉണ്ടോ, ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക്. വേറൊരു പാത്രത്തിൽ മതിയായിരുന്നു. ഈ റൈസ് ഇവിടെ കിടക്കും. പക്ഷെ അപ്പം അത് ഇന്ത്യയിൽ ഇത് മാത്രം മതി കേട്ടോ. ലൈക്ക് ദർ ഇസ് നോ ലൈറ്റ് ഹിയർ. പക്ഷെ അവിടെ നല്ല ലൈറ്റ് ഉണ്ട്. കൊണ്ടുപോകാന്നുള്ള എൻ്റെ ടാസ്ക് കേട്ടോ. റൈസ് അതിനകത്തേക്ക് വരുന്നത് ഭയങ്കര ഫണ്ണായിട്ടുണ്ട് കേട്ടോ. സോസേജ് കുറച്ച് അതെന്താടാ? സോസേജ്. ഓക്കെ. ഇതെന്തുകൊണ്ടെങ്കിൽ ലാംബ് ലിവർ. എനിക്ക് എഡിബിൾ ആയിട്ടുള്ളത് ആകെ ചിക്കൻ നഗറ്റ്സ് മാത്രമേ ഉള്ളൂ. മാഷ് പൊട്ടേറ്റോ, ഐ തിങ്ക് ചിക്കൻ നഗറ്റ്സ് ഉണ്ട്. ഫ്രഞ്ച് ടോസ്റ്റ്, പിന്നെ ഓംലെറ്റ് കഴിക്കും. ഗൈസ്, മാഷ് പൊട്ടേറ്റോ. യു ഹിറ്റിംഗ് മീ. ആരുമില്ല. ചിക്കൻ നഗറ്റ്സ് കൊണ്ട് എടുക്കുന്നുണ്ട്. എടാ, എല്ലാം ഒരു പ്ലേറ്റ് എടുക്കുന്നതിനേക്കാൾ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ സ്റ്റാർട്ട് ചെയ്യുവാണ്. ക്രസൻറ്റ്, ടിഷ്യൂ ഒന്ന് മാറ്റി. ബട്ടർ ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ലിവർ, മട്ടൺ ലിവർ. പിന്നെ ഇത് കണ്ടോ, ഫ്രഞ്ച് ടോസ്റ്റ്. ഞാൻ ആദ്യം ഇതിന് തുടങ്ങാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ബട്ടർ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ്. നമ്മുടെ ഈ ബ്രെഡ്
എല്ലാം മധുരത്തിനുള്ളതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇത് നല്ല കേട്ടോ, നല്ലതാണ്, രണ്ടും നല്ലതാണ്. പിന്നെ ഇത് ബേബി പതിയെ കഴിക്കൂ. അത് കുഴപ്പമില്ല. ഇത് ബേബി പറഞ്ഞിട്ടാ ഞാൻ എടുത്തത്. നോക്കാം. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ബേബി പറഞ്ഞ നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ച മാതിരി ഉള്ളതല്ല കേട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റുണ്ട്. ഇങ്ങനെ ഡെലീഷ്യസ് ആണ്. ഇത് ബീഗൾ. എന്താ ബേബി? ബീഗൾ പറയുന്നതാണോ അതിൻ്റെ പേര്? എനിക്കറിയത്തില്ല, മനസ്സിലായില്ല. അപ്പോൾ ഇത് കണ്ട് നിറച്ച് എള്ളൊക്കെ ഇട്ടിട്ടുണ്ട്. സീസം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീസം ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എള്ള് ഇട്ടിട്ടുണ്ട്. ഭയങ്കര ഡെലീഷ്യസ് ആയിട്ട് ഇത്. നല്ല ലൈറ്റിംഗ്, ലൈക്ക് ദി ഓറഞ്ച് ലൈറ്റിംഗ്. യുനോ ഇത് ഗാർണിഷ് ആണ്. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വെറുതെ ഈ ഒരു ഹോട്ടലിൽ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. സീ വ്യൂ ഉണ്ട്. നമ്മളിങ്ങനെ ലൊക്കേഷനിട്ട് വരുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഞാൻ കഴിക്കും, ഇതൊന്നും വേസ്റ്റ് ചെയ്യത്തില്ല. ലിവർ, അപ്പോൾ നമ്മുടെ എന്താ പറയുക, മട്ടൺ ലിവറുണ്ട്, ഗുബൂസൊക്കെ ഉണ്ട്. ഗുബൂസ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് മട്ടൺ ലിവർ ഗുബൂസ് കൂട്ടി കഴിക്കാം. പിന്നെ സോസേജ്. ആദ്യം ഞാൻ സോസേജ് ടേസ്റ്റ് ചെയ്യണം. കൊള്ളാം. സോസേജ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. സോസേജ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെടാത്ത എനിക്ക് പോലും ഇഷ്ടപ്പെടുന്നുണ്ട്. I hate it. You would like it? No. This one. This taste. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മട്ടൺ ലിവർ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ സ്പൈസി ആണ് കേട്ടോ ലിവർ. നമ്മുടെ നാട്ടിലെ പോലത്തെ മസാലയൊന്നും ഇട്ടതൊന്നുമല്ല കേട്ടോ. പക്ഷേ ഇത് ഇവിടുത്തെ കൈൻഡ് ഓഫ് രീതിയിൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്പൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് നമ്മുടെ പ്രിയപ്പെട്ട മാഷ്ഡ് പൊട്ടാറ്റോ. എല്ലായിടത്തും എനിക്ക് എപ്പോഴും എല്ലായിടത്തും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. മാഷ്ഡ് പൊട്ടാറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാഷ്ഡ് പൊട്ടാറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ റെസ്റ്റോറൻറ്റിലും ചെന്നിട്ട് ഒരേ ടേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തത്. ഞാനിപ്പോൾ കഴിച്ച എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഭയങ്കര ഡിഫറൻസാണ് മാഷ്ഡ് പൊട്ടാറ്റോയ്ക്ക്. എൻറ്റയർലി ഡിഫറെൻറ്റാണ്. ഇത് വേറൊരു കൈൻഡ് നല്ല ടേസ്റ്റ്. ചിലത് നമ്മൾ പെട്ടെന്ന് മടുത്തു പോകും, പക്ഷേ ഇത് മടുക്കാത്തൊരു ടൈപ്പാണ് കേട്ടോ. നല്ലതാണ്. പിന്നെ നമ്മുടെ ബോയിൽഡ് എഗ് കൂട്ടൻ കുട്ട. നമ്മളിതെങ്ങനെ പൊട്ടിക്കുന്നത്? ഇവിടെ ഇട്ടിടിക്കുമോ? ഇവിടെ ഇട്ട് പൊട്ടിക്കുമോ നമ്മൾ? അപ്പോൾ ഇത് നൈഫ് വെച്ചിട്ട് പൊട്ടിച്ചിട്ട് കഴിക്കാം. അങ്ങനെ. അപ്പോൾ ഇത് കോൾഡ് കോഫിയാണ്. ഇത് കോഫിയാണോ ഇത്? അപ്പോൾ ഓക്കെ, ബേബി കഴിച്ച് നോക്ക്. ഇനി ഞാൻ എന്താ പറയുക, എല്ലാം എടുത്ത് കാണിക്കാം. ഇതൊക്കെ എല്ലാ ഐറ്റം. കോഫി മെഷീൻ അവരോട് ചോദിക്കാം. ലൈവ് സ്റ്റേഷനുണ്ട്, ഓംലെറ്റിൻ്റെ കുക്കിങ്. അപ്പോൾ അതും കൂടെയാണ് ഇതിൻ്റെ വെറൈറ്റി. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസും സാലഡ്സും ഉണ്ട് അല്ലേ? ഫ്രൂട്ട്സ് ഉണ്ടോ? കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട്. ടേബിളിൽ നിന്ന് ടച്ച് ചെയ്യുമ്പോൾ ക്യാമറ ആണ്. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, സാലഡ്സ് ഉണ്ട്, പിന്നെ പല കൈൻഡ് ഓഫ് ചീസ് ഉണ്ട്. ലൈവ് സ്റ്റേഷൻ ഓംലെറ്റ് കുക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ ഐറ്റംസ് എന്നൊക്കെ പറയുന്നത്. എല്ലാ കൈൻഡ് ഓഫ് ഐറ്റംസും ഇൻക്ലൂഡഡ് ആണ്. ഫ്രഞ്ച് ടോസ്റ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൈൻഡ്സ് ഓഫ് ബ്രെഡ്, പിന്നെ സാലഡ്സ്, ഇങ്ങനെയുള്ള എല്ലാം. അത് ഞാൻ കാണിക്കാം. നല്ലൊരു ഓംലെറ്റ് പറയാം. എനിക്ക് ഐ നീഡ് സ്പൈസി
സ്പൈസി ആയിട്ടൊരു ഓംലെറ്റ് ആണ് ഇത്. ഓംലെറ്റ് കുക്കിംഗ് ലൈവ് സ്റ്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് നമുക്കും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനും ഇങ്ങനെ തിരിച്ചിടാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു കാണുന്നുണ്ട് എൻ്റെ ഇത്രയും സൂപ്പർ ബൺ. കണ്ടോ, ക്യൂട്ടാണ്. 3 പേർക്കും ഉണ്ടാക്കും കേട്ടോ. എനിക്കിപ്പോൾ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. For her, not now. Second one is dinner. The last one അല്ല ഉണ്ടാക്കിക്കോട്ടെ, പാടല്ലേ. only 2 now. അപ്പോൾ നമ്മുടെ ചൂട് ഓംലെറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ചൂടോ, സൂപ്പർ. ഞാൻ പറഞ്ഞു എനിക്ക് സ്പൈസി വേണമെന്ന്. അദ്ദേഹം നന്നായിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ബേബി ഡെലീഷ്യസ്. വേറെ ഒരു രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. ആദ്യം ഓയിലൊഴിക്കും, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടിട്ട് സോട്ട് ചെയ്യും, പിന്നെ അതിൻ്റെ പുറത്ത് ആണ് എഗ്ഗ് പൊട്ടിച്ചിട്ട്. നിങ്ങൾ കണ്ടല്ലോ, അതേമാതിരി ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇത്രയും നല്ലതായിട്ട് വന്നു. ശരിക്കും വെള്ളം സൂപ്പറാ. ഒരു ഇത് ഹസ്ബൻഡിൻ്റെ ഓംലെറ്റ് വന്നിട്ടുണ്ട്. ബേബിക്ക് ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. ബട്ടർ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ബേബി. സ്റ്റാർട്ട് വിത്ത് ബട്ടർ. ഓംലെറ്റ് എങ്ങനെയുണ്ട്? കരിഞ്ഞു പോയോ? എവിടെ? ബാക്ക് സൈഡ്. കുറച്ച് ഓവർ ഫ്രൈ ആയിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ. ഇത് പക്കയാണ്. കുറച്ചിത് ഓവർ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തോരം വേണമെങ്കിലും ഉണ്ടാക്കി തരും കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സാലഡ് എടുത്തു അല്ലേ? ഇതെന്തോ പൂലോ മറ്റേ കടല വെച്ചിട്ടുള്ളതാണ്. ടേസ്റ്റ് ചെയ്തോ അത്? ബേബി പൂല നേരപ്പോഴത്തേക്കും ബേബിക്ക് ഇഷ്ടമാണ് പൂല. ഇസ് ഇറ്റ് ഗുഡ്? കടലക്കറിയാണോ? പൂലല്ലേ? ഹസ്ബൻഡ് പറയുന്നത് പൂലാണ്. കടലക്കറിയല്ലേ, പയറ്. എന്നാ പിന്നെ അതിന് പൂലെന്ന് എങ്ങനെയാ പറയുന്നത്? അതെ. Yeah, I'm zooming up. എടാ ഇത് നിന്റെ
ബാക്കി ഇരിക്കില്ല ഇവിടെ. ആ ഉണ്ട്. കണ്ടോ ബേബി നല്ല എന്താ പറയുക ഇക്കണോമിക്കലായിട്ടാണ്. അവർക്ക് പോലും മറ്റുള്ള ബൊഫെ ആണെന്ന് കരുതിയിട്ട് നമ്മൾ ഫുഡ് എടുത്ത് വേസ്റ്റ് ചെയ്യരുതെന്നുള്ളൊരു മീനിങ് ആണ് ബേബി ഇപ്പോൾ തന്നത്. ഞാൻ എടുത്തതിൻ്റെ ബാക്കി അവിടെ ഉണ്ടല്ലോ എന്നാണ് ബേബി പറഞ്ഞത്. വെരി ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. വെൽക്കം. ബട്ടർ, ബേബി ലവ്സ് ബട്ടർ. കോംപ്ലക്സ് എനിക്ക് വേണ്ട. Yes. Nuggets. You will like it. Toaster. Yeah. That is toast. ബേബി എന്താ കഴിക്കുന്നത്? നഗറ്റ്സും മാഷ് പൊട്ടറ്റോ. നഗറ്റ്സ് നല്ലതല്ലേ? സൂപ്പർ. ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? പിന്നെ എന്താ പറയുക മാഷ് പൊട്ടേറ്റോ ഒന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ ബേബി. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളത് കഴിക്കണ്ട കേട്ടോ. ഓർ ഫ്രൈ പറഞ്ഞാൽ മതി അവരോട്. നല്ലതാണ്. നല്ലതല്ലേ? ഈ മാഷ് പൊട്ടേറ്റോയുടെ കാര്യം ഞാൻ പറഞ്ഞ റൈറ്റ് അല്ലേ? പല സ്ഥലത്തിലും ഡിഫറെൻ്റ് ആണ്. നിങ്ങളെന്തോ കഴിയുന്നു? സാലഡോ? ലൈറ്റ് വരുന്നത്. ഞാൻ ഓൾറെഡി നെസ്കഫെ കോഫി ഇട്ടിട്ടുണ്ട്. ഇത് ഹോട്ട് മിൽക്കാണ്. Oh, can you pour some milk for me in a cup? 1 cup. There is 1 cup for you. No, I'll take. Okay, so you continue. Is there any spoon or stick? Oh, there. ഷുഗർ ഒക്കെ അവിടെ ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് എടുക്കാം. പറഞ്ഞോ ഓവർ ഫ്രൈ ആക്കരുതെന്ന് പറഞ്ഞു. സ്റ്റിക്ക് നമ്മുടെ കുപ്പിക്കെടുത്ത് തരണോ? ആ എനിക്ക് വേണം. അല്ല അപ്പം ഇടണ്ട, ഞാൻ ഇട്ടോളാം. ഷുഗർ ആഡ് ചെയ്യുവാണ്. അപ്പം നമുക്ക് ഇതോടെ വെക്കാം. ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ ഉണ്ട് മോൻ. നോ പ്രോബ്ലം. പണ്ട് ഞാൻ ബ്രൗൺ ഷുഗർ എന്ന് കേൾക്കുമ്പോൾ വേറെ എന്തോ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്, സത്യം പറയാം. ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ വേറെ എനിക്കറിയത്തില്ലായിരുന്നു ബ്രൗൺ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഗൾഫിൽ വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രൗൺ ഷുഗറിൻ്റെ പാക്കറ്റ് ഇങ്ങനെ കൊണ്ടുവന്നു കോഫി വാങ്ങിച്ചു. ബ്രൗൺ ഷുഗർ അയ്യോ എനിക്ക് വേണ്ട, ഇത് നോർമൽ ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ ബ്രൗൺ ഷുഗർ വേറെ എന്തോ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഉണ്ട്, പക്ഷേ like when I have that impact എന്ത് നെഗറ്റീവ് ആണ്. നമ്മളത്ര വളർന്നിട്ടില്ലല്ലോ ആ സമയത്ത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പേടി അത് കുടിക്കത്തില്ല എന്നുള്ളത്. പിന്നെയാണ് ഷുഗറിൻ്റെ ഇപ്പോൾ വളർന്നു എന്നാണ് കയറി പിടിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇപ്പോൾ വളർന്നു എന്നാണ്. ഇപ്പോഴും വളർച്ച എത്തിയിട്ടില്ല എന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. ശരീരം വളർച്ചയുണ്ട്, പക്ഷെ മാനസിക വളർച്ച അതുപോലെ ശരീരമെങ്കിലും വളർന്നു എന്ന് സമ്മതിച്ചു.
ബട്ട് ഇത്തിരി മധുരം കൂടിപ്പോയി. കാണോ ലിറ്റിൽ ഒന്നുകൂടെ ഇല്ല എടുത്തു എനിക്ക് ഇത്തിരി മധുരം കൂടിപ്പോയി. ഒരല്പം മിൽക്ക് കൂടി ഒഴിച്ചിട്ട് വെയിറ്റ് അവിടെ നിന്നോ വെയിറ്റ് എന്ന് പറഞ്ഞാലും നിൽക്കത്തില്ല. ആ എൻ്റെ കോഫി. എടുത്തുകൊണ്ട് പോകും അത് കുടിക്കാൻ. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ്. ബേബി ഹാവ് ഇറ്റ്. എന്നാ കുടിച്ച് നോക്കിയിട്ട് ഞാൻ എനിക്ക് വേണ്ട. എന്നാ മതി. For me? Yeah, for me. One. Yeah, say spice here. You need? I will eat from you both. Little. ഇത് വേണ്ട, ഇത് കരിഞ്ഞു പോയതാണ്. ഇത് പറഞ്ഞു ഞാൻ എഗ്ഗ് കഴിക്കാൻ പോവാണ്. ഇങ്ങനെയാണോ ഊരം പൊട്ടിക്കുന്നത്? അയ്യോ, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞു ഹസ്ബൻഡ് ഈസ് ഫീലിംഗ് എഗ് ഫോർ മീ. ഹസ്ബൻഡ് പറയാം, ഒന്നുകൂടെ പറയുന്നു. അപ്പോൾ ഓക്കെ, അഗെയിൻ ഹസ്ബൻഡ് ഈസ് ഫീലിംഗ് എഗ് ഫോർ മീ. യെസ്, ഇറ്റ്സ് എ നൈസ് ഫീൽ. താങ്ക് യു സോ മച്ച്. ഇത് പോവാം. ഞാൻ ഒരു ബോയിൽഡ് എഗ് കൂടെ അല്ല ഫ്രൈഡ് എഗ് അല്ല, ബോയിൽഡ് എഗ് കൂടെ കഴിച്ചു. ബോയിൽഡ് എഗ് ഗുഡാണ്. അതെല്ലാം സെയിം ആയിരിക്കും. അതാ പറഞ്ഞത്. പെപ്പർ എങ്ങനെ ഉള്ളതുണ്ട്. പെപ്പറിന് സ്പൈസ് ഒട്ടുമില്ല, ആണോ? കൊള്ളത്തില്ല. ഫ്ലേവറും ഇല്ല, സ്പൈസും ഇല്ല. Who is eating that? ബേബി ഓൺലി മാഷ്ഡ് പൊട്ടേറ്റോയും പിന്നെ എന്താ നഗറ്റ്സും മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്ത് കോമ്പിനേഷനാണ്? ഐ ഡോണ്ട് നോ. അയ്യോ എൻ്റെ കോഫി. കോഫി. ഓക്കെ, ഗോ ആൻഡ് ടേക്ക്. Wow. ഹോമസ് സ്ട്രോബെറി ലെറ്റസ് പൈനാപ്പിൾ. എന്താ കോമ്പിനേഷൻ? എവിടെ നിന്ന് പഠിച്ചു ഈ കോമ്പിനേഷൻ? ഓക്കെ, നൈസ്. മെറി ക്രിസ്മസ് ബേബി. നൈസ് വിഷ്. താങ്ക് യു. ഇത് പറയത്തില്ല. എന്നെ ഒന്ന് എടുക്കാൻ മതിയോ? ഇത്ര നേരം കഴിഞ്ഞ് ആദ്യം ഒന്ന് ചുണ്ടക. എന്നെ ഒന്ന് എടുക്ക് തന്നെ. ബ്ലൂപ്പേഴ്സ് ഇടാ നോക്ക്. കുര്യൻ എടുത്തു തുടങ്ങി. മെറി ക്രിസ്മസ്. ആർക്ക്? മെറി ക്രിസ്മസ് ടു ഓൾ. ടു ഓൾ. ടു ഓൾ ഓഫ് യു. ഓൾ ഓഫ് യു? ഞങ്ങൾക്കോട് പറയാനാണ് പറഞ്ഞത്. ഞങ്ങൾ പൂളിൽ എന്താ പറയുക അതിന്? പൂളിൽ സ്വിമ്മ. എനിക്കറിയത്തില്ല, അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പൂള് ആക്സസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ 9 o'clock ആകുമ്പോഴാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഞങ്ങൾ വിസിറ്റേഴ്സ് ഏരിയയിൽ ഇരിക്കുവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫിനിഷ് ആയിട്ടില്ല കേട്ടോ. ഞാനൊരു കോഫി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സാലഡ് ആദ്യം കഴിക്കേണ്ട, പക്ഷേ ഞാനത് ലാസ്റ്റിലേക്ക് മാറ്റി. കോഫി കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട. ഞാൻ തിരിച്ച് വന്നിട്ട് സാലഡും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കാണിക്കാം കേട്ടോ. ആക്സസ് ചെയ്യാൻ പോവാം. കിടക്ക ഇവിടെ ഭയങ്കര ആഴമാണ്, ഞാനങ്ങനെ യൂസ് ചെയ്യുന്നില്ല. തല
ഞാൻ കാലൊന്ന് മേല് കഴിക്കുന്നില്ല. വീഡിയോ ഇല്ല, വീഡിയോ ആണോ? ഒരു ക്രിസ്മസ് സംഭവം സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇങ്ങനെ അങ്ങനെ പറ്റില്ല, ഒരാളെ പിടിച്ചിട്ട്. ഞങ്ങൾ പൂൾ ആക്സസ് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ചുകൂടെ ഫുഡൊന്നും കഴിക്കുമോ, കാരണം അപ്പോൾ കോഫി കുടിച്ചപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും, ജസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത്, പിന്നെ ഒരു ജ്യൂസ് കുടിക്കാൻ ബേബിയാണല്ലോ. കിട്ടിയോ? ഞാൻ എനിക്ക് ചെടി എനിക്ക് എന്താ ചെടി ഇടണം. ഇങ്ങനെ ഇടണം. പല്ല് ഇവിടം വരെ വേണം. ഇതൊക്കെ ഇടണം. അതെ, ഞാൻ ലഡ് ചെയ്യുന്നു. ബേബി ആദ്യമായിട്ട് ആരെ വിളിക്കുന്നത് മാറ്റുക. ബേബി ആദ്യമായിട്ടാണ് അതിടും. അത് ഉറപ്പായിട്ട് ഇടാം, നോ പ്രോബ്ലം. ബിക്കോസ് ബേബിക്ക് ദേഷ്യമായിട്ടിരിക്കുകയാണ്. മുട്ടയെ വെച്ച് തൊഴിച്ചുടിച്ച് വളർത്തി മാഷ് പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ട് എന്താ പറയുക, ലീവ്സ്. ബേബി ആദ്യമായിട്ടാണ് ലീവ്സ് കഴിക്കുന്നത്. ബേബി ഷെയ്ഡ് വീഴുന്നടാ. ഓക്കെ ഓക്കെ നാ ഓക്കെ ഓക്കെ നാ ഓക്കെ. മാഷ് പൊട്ടറ്റോ. അയ്യോ, ലൈറ്റ് അങ്ങോട്ട് വീഴും ഇങ്ങോട്ട് വീഴും. എന്തിനാ? വെരി ക്രേസി മാൻ ഇൻ ദ വേൾഡ്. അതെ 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 അതെ. നമ്മൾ നോക്കാൻ പറയുമ്പോൾ ക്യാമറ ഓൺ ആക്കുമ്പോൾ പുള്ളി കാണിക്കുന്നത്. ഓക്കെ ബേബി, അപ്പം എങ്ങനെയാണ് ബേബി ക്യാമറ ഓൺ ആക്കുമ്പോൾ കാണിക്കുന്നത്? എന്നെ എടുക്കും എൻ്റെ ദൈവമേ, ഇത് വല്ലതും കാണുന്നുണ്ടല്ലോ ബിഹൈൻഡ് ദ സീൻസ്. ഇത് ഹൊറിബിളാണ്, ഹൊറിബിൾ. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു അത് എന്നെ കാണിക്കുകയാണേ. ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കുക. ഷെയ്ഡ് വീഴുന്നു, കാണാൻ പറ്റുന്നില്ല.
Bangladesh. How many years you are working here? 2, 3 2 years only. Okay. What about this hotel? Nice? Nice, Nice experience. Normally, what kind of people? Europeans or Saudis are coming? So, yes. Saudis are coming. Nice to meet you. Thank you. Bye. Okay. Welcome. Okay. Bye. Hello. Welcome. Check after 1 week. I'll upload this one. Check. Okay. You will see you. Okay. Okay, chef. എനിക്കിന്ന് ഇവിടെ നിന്നായിരിക്കില്ല ഇങ്ങോട്ടായിരിക്കും വന്നത്. അല്ല അല്ല പറഞ്ഞു. പിന്നെ പത്തിരിക്കുന്ന വൃത്തിയുണ്ട്. സൂപ്പർ ബൊഫേ ആയിരുന്നു കേട്ടോ, നല്ല ബൊഫേ ആയിരുന്നു. സൂപ്പ് ബൊഫേ ആയിരുന്നു. സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആയിരുന്നു. ആ ഞാൻ കേട്ടു സൂപ്പ് ബൊഫേ ആണെന്നാണ്. സൂപ്പർബ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആയിരുന്നു ഹവാർഡ് ജോൺസണിലേത്. പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സ് ആയിരുന്നു, നല്ല എല്ലാ അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു. നല്ല ഫുഡായിരുന്നു, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. ഇതെന്ത് സാധനം, ഇത് കാക്ടസിൻ്റെ ഇതാണ്, കാക്ടസിൻ്റെ പൂവായിട്ടോ ഇത്. ഞാനത് പറിച്ചെടുത്തു, നല്ല രസമുണ്ട് കാണാൻ. This is my gift for you. She don't want. Okay, give.